ഉള്ളത് ഇപ്പോൾ നാദാപുരത്താണ്. സാനിയോ, വടകര മണ്ഡലത്തിൽ വടകര ഒഴിച്ച് ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും LDFിനൊപ്പം നിൽക്കുന്നതാണ്. ഇപ്പോൾ നാദാപുരത്ത് പലപ്പോഴും സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് സമാധാനപരമായിട്ട് പോളിംഗ് പുരോഗമിക്കുകയാണോ? പക്ഷേ അവസാന മണിക്കൂറിലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു. ഷാഫി പറമ്പിൽ ചില പരാതികൾ നൽകിയിട്ടുണ്ട് എന്നുള്ള പ്രതികരണം നടത്തുകയുണ്ടായി. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് തന്നെയാണ് നമ്മൾ നോക്കിയറിയേണ്ടത്. ഇപ്പോൾ നിലവിൽ മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് UDF ഒരു പരാതിയുമായി രംഗത്തെത്തിയത്. അതായത് കൂടുതലായി ഓപ്പൺ വോട്ട് ചെയ്യുന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ട പരാതി. ഓപ്പൺ വോട്ട് അധികമാണ് എന്നുള്ള പരാതിയെ തുടർന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ നേരിട്ടിടപെട്ട് കോഴിക്കോട് ജില്ലയിലെ ഓപ്പൺ വോട്ടുകൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഉള്ളത് താനക്കോട്ടൂർ AUP സ്കൂളിലാണ്. തൽക്കാലത്തേക്ക് ഇവിടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനം എന്ന് പറയുന്നത് ഒപ്പം പോയി ഓപ്പൺ വോട്ട് എന്ന് രേഖപ്പെടുത്താതെ വോട്ട് ചെയ്യുക എന്ന രീതിയാണ്. പക്ഷേ അത് ശരിയാണോ എന്നറിയില്ല. ഏതായാലും തൽക്കാലത്തേക്ക് എന്ത് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? നിലവിലിപ്പോൾ 2 മണിക്കൂറോളമായി അതായത് ഈ ഓപ്പൺ വോട്ട് മുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് പിന്നെ അവർക്ക് കിട്ടിയ നിർദ്ദേശം, കളക്ടർ കൊടുത്ത നിർദ്ദേശമാണ് പിന്നെ ഈ ഓപ്പൺ വോട്ട് ചെയ്യേണ്ടെന്നുള്ളത്. അപ്പോൾ ചെയ്യേണ്ടെന്നുള്ളതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഒരു നിർദ്ദേശം നമുക്ക് 2 മണിക്കൂർ മുന്നേ തന്നിട്ടുണ്ട്. എന്താ കാരണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല. സംവിധാനം ഒരുക്കിയിട്ടുള്ളത് വോട്ടറും കമ്പാനിയനും കൂടെ പോവുക. അപ്പോൾ ആ കമ്പാനിയനും വോട്ടറും കൂടി പോയി കമ്പാനിയൻ വോട്ട് ചെയ്ത് തിരിച്ചു വരിക. അത് എന്ത് ചെയ്യുന്നില്ല, ഓപ്പൺ വോട്ടായി പരിഗണിക്കുന്നില്ല. അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കൊക്കെ അയാൾ തന്നെ സ്വയം ചെയ്യണം. അതെ, ഈ പോയി ഈ ബൂത്ത് വരെ, അതായത് പോൾ ചെയ്യുന്ന മിഷൻ വരെ ഈ പറയുന്ന ആളും കൂടെ പോയി ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ വീൽ ചെയറിലൊക്കെ പോലും ആളുകൾ വന്ന് ഒരുപാട് തവണ 2-3 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് ഒരു ഓപ്പൺ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അത് ചെയ്യുന്ന സമയത്താണ് ഈ വിഷയം വന്നത്. വിഷയം വന്ന സമയത്ത് റിട്ടേണിംഗ് ഓഫീസറോട് കാര്യം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ടൊരു വിവരം നൽകുന്നില്ല. എന്ത് കാരണത്താലാണ് ഇത്തരത്തിൽ ഇങ്ങനെ നിർത്തിവെച്ചതെന്ന് ഇവിടുത്തെ ആളുകൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ വീൽ ചെയറിൽ വരുന്ന ആളുകൾ, അതുപോലെ കണ്ണ് കാണാത്തതും അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ, അവർക്കൊക്കെ വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഒന്നാകെ ആ ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിർത്തിവെക്കേണ്ടി വന്നതെന്നാണ് നമ്മൾ കളക്ടറോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ തിരക്കിനെ വലിയ കാര്യത്തിൽ ബാധിച്ചിട്ടൊന്നുമില്ല. നന്നായി തന്നെ തിരക്കുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രയാസമുള്ളത് പോളിംഗ് മന്ദഗതിയിലാണ് എന്നുള്ളതാണ്. വളരെ പതുക്കെയാണ് ഇവിടുത്തെ പോളിംഗ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് യുവാക്കളായ വോട്ടർമാരൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ കന്നി വോട്ടർമാരാണോ? ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? നല്ലതായിട്ട് പോകുന്നു. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്? എന്തുണ്ട് സന്തോഷം? സന്തോഷം. ആദ്യമായിട്ട് വോട്ട് ചെയ്യണോ? ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ആരൊക്കെയുള്ളത്? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് വോട്ടിംഗ്? അപ്പോൾ ഇതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. എങ്ങനെയുണ്ട് വോട്ടിംഗ്? ഇവിടെ ഏതായാലും ഈ ഒരു തിരക്ക് കുറവ് അനുഭവപ്പെടുന്നില്ല. നല്ല തിരക്ക് തന്നെയാണ് ബൂത്തിൽ അനുഭവപ്പെടുന്നത്. സ്ത്രീകളടക്കമുള്ള ആളുകൾ വലിയ ക്യൂവിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ജുമുഅ നമസ്കാരം അടക്കം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഓപ്പൺ വോട്ട് ചെയ്യാൻ ഇതുവരെയും ഒരു തീരുമാനം ആയിട്ടില്ല. ശരി, നാദാപുരത്ത് നിന്നാണ് സാനിയോ മനോമി വിവരങ്ങൾ നൽകിയത്. ഇനി കൊല്ലത്തേക്കാണ് ദിലീപ് ദേവസ്യ കൊല്ലത്തെ വിവരങ്ങളുമായി. ദിലീപ്, ഇപ്പോൾ കൊല്ലത്ത് 39.43% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശമല്ലാത്ത പോളിംഗ് ഉണ്ട്. ഇപ്പോൾ കൊല്ലത്ത് ഏത് ബൂത്തിനരികിലാണ് ദിലീപ് ഉള്ളത്? അവിടെയും ചില പരാതികളൊക്കെ രാവിലെ ഉയർന്നിരുന്നല്ലോ. സ്മൃതി, ഞാനുള്ളത് ചവറയിൽ MES പന്മന MES ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് വിളിച്ചു പറഞ്ഞത് ഒരു മുതിർന്ന പൗരൻ്റെ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മളിവിടെ എത്തിയത്. ഇവിടുത്തെ ഓഫീസർ വോട്ട് ചെയ്തു എന്നുള്ളൊരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉയർന്ന പോലീസ് എത്തുന്നു, സബ് കളക്ടർ എത്തുന്നു. അങ്ങനെ എല്ലാവരും എത്തി പരിശോധന നടത്തിയതിനു ശേഷം അതിൽ പിന്നീട് ഇവരിപ്പോൾ നൽകിയ പരാതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതിർന്ന പൗരൻ എത്തി, അദ്ദേഹം വോട്ട് ചെയ്യാൻ മകനെയും കൂട്ടി എത്തിയപ്പോൾ മകനെ വോട്ട് ചെയ്യാൻ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടില്ല, പകരം ഓഫീസർ തന്നെ വോട്ട് ചെയ്തു എന്നുള്ളൊരു പരാതിയാണ്. അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാതി ഇവർ ഉന്നയിച്ചതിനെ തുടർന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സബ് കളക്ടർ എല്ലാം തന്നെ സ്ഥലത്തെത്തുകയുണ്ട്. പിന്നീട് സബ് കളക്ടർ തന്നെ വന്ന് പറഞ്ഞത് ഇതിനൊരു ഫോം ഉണ്ട്, ഈ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം, അതായത് എൻ്റെ സമ്മതപത്ര പ്രകാരം മകനാണ് വോട്ട് ചെയ്യുന്നത്, മകൻ വോട്ട് ചെയ്യാൻ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലടക്കം ഒരു തീരുമാനം ഉണ്ടായാൽ ശേഷം മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ്
ഇതിവിടെ അവർ പല പ്രശ്നങ്ങളും ഉന്നയിച്ചു. ചേട്ടൻ്റെ പിതാവിൻ്റെ വോട്ടാണോ പ്രശ്നമായത്? എന്തായിരുന്നു സംഭവിച്ചത്? ഞാനും വാപ്പയും കൂടി വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ മുതിർന്ന പൗരന്മാരായിട്ടാണ് എത്തുന്നതെങ്കിൽ ചോദിക്കും, അദ്ദേഹത്തോട് ചോദിക്കും, മകൻ വോട്ട് ചെയ്യണോ അതോ താങ്കൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. സാധാരണ രീതിയിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ 10-11 വർഷമായിട്ട് ബൂത്ത് ഏജന്റായിട്ട് ഇരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ സാധാരണ ചോദിച്ച് അദ്ദേഹത്തിന് വയ്യാമെങ്കിൽ, അദ്ദേഹത്തിന് താല്പര്യമെങ്കിൽ മകനെ കൊണ്ടോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡ് ആരാണോ വരുന്നത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ് സാധാരണ രീതിയിൽ. എന്നാൽ എൻ്റെ വാപ്പ ഒരു 100 പ്രാവശ്യം പറഞ്ഞ് അവൻ ചെയ്യും, അവൻ പറയും, അവൻ ചെയ്യും, അവൻ പറയും. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് സമയമില്ല, പെട്ടെന്ന്. ഓക്കെ അതിനകത്തിരുന്ന 2 സ്റ്റാഫ്, ഒരു ലേഡി സ്റ്റാഫും മറ്റൊരു സ്റ്റാഫും. വാപ്പ പറയുന്നുണ്ട് അവൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു രീതിയിൽ അവർ ചെയ്യാൻ, എന്നെ കൊണ്ട് വോട്ട് ചെയ്യാൻ അവർ അനുവദിക്കത്തില്ല. അവർ കുറേ അവിടെ വാപ്പയെ കുറേ ആ ക്യാബിനകത്തിട്ടൊന്ന് വിരട്ടി ആകെ ഒന്ന് അടിച്ച് നാശമാക്കിയിട്ട് ഓടി വന്ന് ക്യാബിനകത്ത് കയറിയിട്ട് വാപ്പയെടുത്ത് ഏത് ചിഹ്നത്തിൽ ചെയ്യണമെന്ന് ചോദിച്ചു. വാപ്പ ഒന്നും മിണ്ടുന്നില്ല. കാരണം വാപ്പയ്ക്ക് ടെൻഷനായി പോയി. വാപ്പ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ കുറേ നേരം കൂടി അവർ ആൾക്കാർ വോട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് അവിടുത്തെ ആ ലേഡീസ് സ്റ്റാഫും മറ്റേ അവിടെ ഇരുന്ന ആളുകളും കൂടെ ഓടി വന്നിട്ട് അദ്ദേഹത്തിന് താല്പര്യമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിന് എൻ്റെ വാപ്പയുടെ കൈവിരൽ പിടിച്ച ഒരൊറ്റ പ്രസ്. ഇതാണ് ഇവിടെ നടന്നത്. ഇതിനെതിരെയാണ് ഇതായിരുന്നു പരാതി ഉണ്ടായത്. ഈ പരാതിയെ തുടർന്നാണ് ഇവിടെ പോലീസുകാരും അതുപോലെ തന്നെ സബ് കളക്ടറും എത്തിയത്. സബ് കളക്ടർ വന്നതിന് ശേഷം പറഞ്ഞത്, ഇത് വരുന്ന ആളുകൾ, ഇത്രയും മുതിർന്ന പൗരന്മാരുമായിട്ട് വരുന്ന ആളുകൾ വെള്ളക്കടലാസിൽ എഴുതി ആ ഫോം ഫില്ല് ചെയ്യുക, അതായത് സമ്മതപത്രം നൽകി, ഇതെൻ്റെ മകനാണ്, മകൻ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ID കാർഡ് അടക്കം കാണിച്ചതിന് ശേഷം ഇത്തരത്തിൽ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകണമെന്നുള്ള നിർബന്ധപ്രകാരം അല്ലെങ്കിൽ തീരുമാനപ്രകാരം അങ്ങനെ വോട്ട് ചെയ്യിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. അല്പം മുമ്പാണ് എന്തായാലും കൊല്ലം ജില്ലയിൽ 39% വോട്ടുകൾ നടന്നു കഴിഞ്ഞു. ചവറ മണ്ഡലത്തിൽ 36.47, പുനലൂർ മണ്ഡലത്തിൽ 37.85, ചടയമംഗലം മണ്ഡലത്തിൽ 38.03%, കുണ്ടറയിൽ 36.70, കൊല്ലം മണ്ഡലത്തിൽ 36.79, ഇരവിപുരം മണ്ഡലത്തിൽ 37.49, ചാത്തന്നൂർ മണ്ഡലത്തിൽ 35.57 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം ഉണ്ടായത്. ഇന്ന് ഈ ഉച്ച സമയം ഇപ്പോൾ ഏകദേശം 1:45 തുടങ്ങി. വലിയ വെയിലും വലിയ ചൂടുമുണ്ട്. മുസ്ലിം ആളുകളെല്ലാവരും തന്നെ പള്ളിയിൽ പോയി വരുന്ന സമയമാണ്. എന്തെങ്കിലും സ്ത്രീകളാണ് ഇപ്പോൾ ഈ ബൂത്തിൽ, അതായത് പന്മന MES ഹയർ സെക്കൻഡറി സ്കൂളിലെ 20-ാം നമ്പർ ബൂത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് സ്ത്രീകളുടെ ഒരു നീണ്ട നിരയാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണുന്നത്. അവർ കുറച്ച് നേരമായി ഇവിടെ വരി നിൽക്കുന്നു. നമുക്ക് അവരോട് ചോദിക്കാം, ചേച്ചി എങ്ങനെയുണ്ട്? ചൂടാണോ? അമ്മച്ചി എങ്ങനെയുണ്ട്? ഇത്രയും ചൂടിന് ഇതുപോലെ ചത്തുപോകും എല്ലാവരും. ഇതുപോലെ വന്ന് നിൽക്കാമെങ്കിൽ എല്ലാവരും ചത്തു ഒന്നിച്ച്. കഴിഞ്ഞ കൊല്ലത്തിനൊക്കെ ചൂട് കൊടുത്തല്ലേ ഇപ്പൊ. ചേച്ചി ചൂട് എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര. ചേച്ചിക്ക് ചൂട്? ഇവിടെ മെയിൻ പ്രധാന വിഷയം ചൂട് തന്നെയാണ്. വലിയ ചൂട് തന്നെയാണുള്ളത്. ഏകദേശം പോളിംഗ് ശതമാനത്തിനേക്കാൾ കൂടുതൽ ചൂടുണ്ട്. കഴിഞ്ഞ തവണ 75.9% പോളിംഗ് ഉണ്ടായത്. ഇത്തവണയും അത്ര തന്നെ എത്തുമെന്ന് തന്നെയാണ് ഈ മുന്നണികളെല്ലാവരും പറയുന്നത്. ഈ സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ ഇപ്പോൾ ആദ്യം രാവിലെ തന്നെ വോട്ട് ചെയ്തതിന് ശേഷം വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുകയാണ്. കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് നിന്ന് പുനലൂർ വഴി മറ്റ് മണ്ഡലങ്ങൾ കവർ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ മണ്ഡലങ്ങൾ കവർ ചെയ്യുന്നു. മുകേഷും മറ്റെല്ലാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കാണുന്ന തിരക്കിലാണ്. എന്തായാലും ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ചൂട് കൂടുതലുണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ ആളുകൾ എത്തുന്നുണ്ട് എന്നല്ല ഈ ചൂടൊക്കെ